മുർഷിദ് ഷമീം, അദ്ദേഹം SDPI നേതാവാണ്. ശ്രീ മുർഷിദ് ഷമീം, ഇപ്പോൾ UDF ആകട്ടെ LDF ആകട്ടെ രണ്ടുപേരും SDPIയെ ഒരു വർഗീയ സംഘടന എന്ന രീതിയിലാണ് കാണുന്നത്. തീവ്രവാദ ആശയങ്ങൾ ഉള്ളവരെന്നും അവർ സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. അങ്ങനെയുള്ളവർക്ക് ഞങ്ങളുടെ പിന്തുണ എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? എന്തുകൊണ്ടാണ് നിങ്ങൾ മുഴുവൻ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താത്തത്? ശ്രീ മുർഷിദ് ഷമീം. SDPIയെ സംബന്ധിച്ചിടത്തോളം SDPI ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ പാർട്ടിയുടെയോ സർട്ടിഫിക്കറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല. ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും ഭരണഘടന അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം സീറ്റുകളിൽ മത്സരിക്കണമെന്ന് അതിന് ലഭ്യമായിട്ടുള്ള റിസോഴ്സുകളും അതിന്റെ ശക്തിക്കൊക്കെ അനുസരിച്ചിരിക്കും. ഒരു മുന്നണിയുടെ അല്ലെങ്കിൽ LDFന്റെയോ UDFന്റെയോ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ലല്ലോ SDPI മത്സരിക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഇലക്ഷൻ സമയത്ത്, പ്രത്യേകിച്ച് നിയമസഭാ ഇലക്ഷൻ സമയത്ത് ചർച്ചകൾ നടക്കേണ്ടത് ഇവിടുത്തെ നിലവിൽ ഭരിച്ചിട്ടുള്ള ഗവൺമെന്റ് അവർ നടപ്പിലാക്കിയ കാര്യങ്ങൾ, അതിൽ കുറവുകളുണ്ടോ, വികസന പ്രവർത്തനങ്ങളിൽ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ്. അതിനു പകരം ഇലക്ഷൻ സമയത്ത് നെഗറ്റീവ് ചർച്ചയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണോ ഇലക്ഷൻ നേരിടേണ്ടത്? എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടുത്തെ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും LDF ആയാലും UDF ആയാലും ചർച്ചകൾ നടക്കേണ്ടത് SDPIയുടെ വോട്ട് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ SDPI ആർക്ക് വോട്ട് ചെയ്യുന്നു നോക്കിയിട്ടല്ല, ഇവിടുത്തെ ഗവൺമെന്റ് ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇത് ജനങ്ങളെ മുഴുവൻ പറ്റിക്കുന്നതിന് തുല്യമാണ്. പ്രതിപക്ഷം അവരുടെ കുറവുകൾ പുറത്തു വരാതിരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ മറച്ചു വെക്കാനും ഭരണപക്ഷം അവരുടെ പ്രശ്നങ്ങൾ മറച്ചു വെക്കാനും കാട്ടുന്ന ഒരു ഗിമ്മിക്കാണ് ഇത്. SDPI കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ട് UDFനാണ് എന്ന രീതിയിലൊരു തീരുമാനം എടുത്തതല്ലായിരുന്നോ? ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഇപ്പൊ നിയമസഭാ ഇലക്ഷന്റെ സാഹചര്യമാണ്. നമ്മള് നിയമസഭ SDPI മത്സരിക്കാത്ത സീറ്റുകളിൽ കൃത്യമായി ഒരു നിലപാടെടുക്കും. ഇനിയും ഇലക്ഷന് സമയമുണ്ടല്ലോ. പക്ഷെ സതീശൻ നിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. VD സതീശനെ സംബന്ധിച്ചിടത്തോളം ശ്രീ മഞ്ജുഷ്, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ മുൻനിര ചാനലിലെ ഒരു ആങ്കറാണ്. 4 ദിവസത്തോളമായിട്ട് ഇവിടെ ചർച്ച നടക്കുകയാണ് SDPI വോട്ട് എന്നുള്ളത്. ഇന്നാണ് VD സതീശൻ SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നത്. ഈ 4 ദിവസം അദ്ദേഹം കൃത്യമായിട്ട് RSSുമായിട്ടും BJPയുമായിട്ടും ചർച്ച നടത്തുമായിരുന്നു, ഡീല് ഉറപ്പിക്കുകയായിരുന്നു. അത് ഉറപ്പിച്ചതിന് ശേഷമാണ് VD സതീശൻ ഇന്ന് വൈകുന്നേരം വാർത്താ സമ്മേളനം നടത്തുന്നത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. VD സതീശൻ RSSുമായിട്ടും BJPയുമായിട്ടും ഡീൽ ഉറപ്പിക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ മാത്രം ഒരു നറേറ്റീവാണ് കേട്ടോ. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എന്ത് തെളിവാണ് ഇതിനുള്ളത്? വേദികളിൽ കൃത്യമായിട്ട് പങ്കെടുക്കുന്നത് ഫോട്ടോ ഇവിടെ ഓൺലൈൻ ലഭ്യമാണല്ലോ. അല്ല, പിന്നെ SDPIയുടെ പിന്തുണയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ മുൻ നിലപാടും അത് തന്നെയാണ്. SDPI ഒരു വർഗീയ സംഘടനയാണ്, അവരുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവം ഇവിടെ കാട്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവാണ് VD സതീശൻ. മുൻപ് നിങ്ങൾ പിന്തുണ അങ്ങോട്ട് വാഗ്ദാനം ചെയ്തപ്പോഴും സതീശൻ നോ പറഞ്ഞതാണ്. ഇവിടെ ഇപ്പോൾ LDF പക്ഷേ പറയുന്നില്ല. നിങ്ങളുടെ പിന്തുണ ഇത്തവണ LDFനാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. ആ ഡീൽ ഇവിടെ ചർച്ച ചെയ്യുമ്പോഴാണ് നിങ്ങൾ തിരിച്ച് സതീശൻ എന്തോ RSS ഡീൽ ഉണ്ടെന്ന് പറഞ്ഞു വരുന്നത്. അത് LDFന്റെ നറേഷനാണ്. അത് LDFന്റെ നറേഷനാണ്. LDF നറേഷൻ അല്ല SDPI ഉയർത്തിപ്പിടിക്കുന്നത്. SDPIയുടെ നിലപാടുകളാണ് പറയാ. കൃത്യമായി VD സതീശൻ RSSുമായിട്ടും BJPയുമായിട്ടും ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ SDPI സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്നാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ പറഞ്ഞിരുന്നത്. ഇന്ന് VD സതീശൻ എന്താ പറഞ്ഞത്? മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ SDPI വോട്ട് വേണ്ട. ഇത് RSSനോട് ഡീല് നടത്തിയിട്ടല്ലാതെ RSSന് അല്ലെങ്കിൽ BJP മഞ്ചേശ്വരം സീറ്റ് വിജയം ഉറപ്പിച്ചു കൊടുത്തതിന് ശേഷം SDPIയുടെ വോട്ടില്ലാതെ അവിടെ ജയിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ആർജവം കാട്ടി. അതാണ് അവിടെ ഡീൽ ആരോപണം എന്തിനു കൊണ്ടുവരുന്നു? അല്ലല്ല, നിങ്ങൾ ഉദ്ദേശിച്ച് നിങ്ങളവിടെ BJPയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി UDFനെ സഹായിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത്. പക്ഷെ സതീശൻ പറയുന്നു വേണ്ട, ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ വോട്ട്, അല്ലാതെ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്നാണ്. സതീശന്റെ ഇരട്ടത്താപ്പാണത്. നമ്മൾ മനസ്സിലാക്കണം. BJPയുമായിട്ട് 2ാം സ്ഥാനത്ത് BJPയാണ്. BJP സുരേന്ദ്രൻ മത്സരിക്കുന്ന സംസ്ഥാന പ്രസിഡന്റായിരുന്ന സുരേന്ദ്രൻ മത്സരിക്കുന്ന സമയത്ത് 2 പ്രാവശ്യം ചെറിയ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ SDPI മത്സരിച്ചാൽ BJP ജയിക്കും എന്നൊരു നറേഷൻ ഇവിടെ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവസാനം പറയുന്നു ഞങ്ങൾക്ക് SDPIയുടെ വോട്ട് വേണ്ട. ഇത് BJPയുമായി ചർച്ച ചെയ്ത് മഞ്ചേശ്വരം സീറ്റ് BJPക്ക് ജയിക്കാനുള്ള അവസരം അങ്ങനെയാണെങ്കിൽ മുർഷിദ്, അവിടെ മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ ആദ്യം അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയത് അപ്പോൾ BJPയുമായിട്ട് ഡീൽ ഉണ്ടാക്കിയിട്ടാണോ? കാരണം അവിടെ
വോട്ടുകൾ ഭിന്നിക്കുമല്ലോ. അപ്പോൾ UDF തോൽക്കാനിട വരും, സുരേന്ദ്രൻ ജയിക്കുവാനുള്ള സാഹചര്യം വരും. അപ്പോൾ നിങ്ങൾ എന്തിനാണ് അല്ലെ SDPI എന്തിനു വേണ്ടിയാണ് അവിടെ സ്ഥാനാർത്ഥിയെ ആദ്യം നിർത്തിയത്? SDPI നിർത്തിയത് പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ ഭാഗം, SDPI മുന്നോട്ട് വെക്കുന്ന പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ്. SDPIയെ സംബന്ധിച്ചിടത്തോളം BJP മത്സരിക്കുന്ന സീറ്റുകൾ ഇങ്ങനെ നോക്കി മത്സരിക്കാതിരുന്നാൽ ഇന്ത്യ രാജ്യം മറ്റ് സംസ്ഥാനങ്ങൾക്ക് പരിശോധിച്ച് നോക്കൂ. BJP ഇവിടെ 14 സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. ഇങ്ങനെ BJP വരുന്ന മണ്ഡലങ്ങൾ മാറ്റിവെച്ചാൽ ഇപ്പൊ 2021 നിയമസഭാ ഇലക്ഷൻ പരിശോധിച്ചു കഴിഞ്ഞാൽ 9 മണ്ഡലങ്ങളില് BJP 2ാം സ്ഥാനത്താ. 2024 ലോക്സഭാ ഇലക്ഷൻ പരിശോധിച്ചു കഴിഞ്ഞാൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്താണ്. 2025 ലോക്കൽ ബോഡി ഇലക്ഷൻ പരിശോധിച്ചാൽ 2 മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്താ. ഇങ്ങനെ BJP വരുന്ന മണ്ഡലങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എവിടെയാണ് പിന്നെ SDPI മത്സരിക്കുക? SDPIയെ സംബന്ധിച്ചിടത്തോളം SDPI അധികാരത്തിൽ പങ്കാളിത്തമാണ്, ഞങ്ങൾ മത്സരിച്ച് ജയിക്കണം എന്നുള്ള പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. അവസാനം നിങ്ങൾ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. ഞങ്ങൾ പിൻവലിച്ചത് ഞങ്ങളെ സ്നേഹിക്കുന്ന അഭ്യുദയകാംക്ഷികൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ പിൻവലിക്കണം. അപ്പോൾ അവിടെ പോസിറ്റീവ് പൊളിറ്റിക്സ് ഇല്ലേ? അവിടെ പോസിറ്റീവ് പൊളിറ്റിക്സ് നെഗറ്റീവ് പൊളിറ്റിക്സിന് വഴിമാറി. അവിടെ അപ്പോൾ പോസിറ്റീവ് പൊളിറ്റിക്സ് നെഗറ്റീവ് പൊളിറ്റിക്സിന് വഴിമാറി. കൃത്യമായിട്ട് പോസിറ്റീവ് പൊളിറ്റിക്സ് ഒരിക്കലും വഴിമാറിയിട്ടില്ല. ഞങ്ങൾ പറയുന്നത് SDPI ഉയർത്തിപ്പൊളിക്കുന്ന പോളിറ്റിക്സ്, പോസിറ്റീവ് പൊളിറ്റിക്സിലേക്ക് ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കും മാറേണ്ടി വരും. BJPയെ മത്സരിച്ച് തോൽപ്പിക്കുക എന്നുള്ളതിലേക്ക്, അതാണ് SDPIയുടെ ആശയം. അതിലേക്ക് ഞങ്ങൾ വന്നു. പക്ഷെ ഇപ്പോ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കി മഞ്ചേശ്വരം സീറ്റ് വെച്ച് 4 ദിവസമായിട്ട് ചാനലുകളിൽ ചർച്ച നടക്കുക. എന്നിട്ട് അവസാനം VD സതീശൻ പറയുന്നു മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ ഞങ്ങൾക്ക് വേണ്ട. ലീഗിന്, മുസ്ലിം ലീഗിനും അതിന്റെ നേതാക്കന്മാർക്കും AK അഷ്റഫ് ഉൾപ്പെടെയുള്ള ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്കും ഇതാണോ നിലപാട്? മുസ്ലിം ലീഗ് കൃത്യമായിട്ട് നിലപാട് വ്യക്തമാക്കണം. ശ്രീ പണിക്കർ, SDPIയുടെ ഈ അഭിപ്രായത്തോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.